പാലക്കാട്ടെ ചുവപ്പൻ കോട്ടകൾ ഒന്നൊന്നായി വിറയ്ക്കുകയാണ്. അസാധ്യമെന്ന് കരുതിയ ഇടങ്ങളിൽ പോലും വിജയക്കൊടി നാട്ടി UDF മുന്നേറുമ്പോൾ മരുത റോഡ് പഞ്ചായത്തിൽ പിറന്നത് വെറുമൊരു വിജയമല്ല, മറിച്ച് 60 വർഷത്തെ രാഷ്ട്രീയ ചരിത്രത്തെ തിരുത്തി കുറിച്ചുകൊണ്ടുള്ള പടയോട്ടമാണ്. ഇടതുപക്ഷത്തിന്റെ ഉരുക്കുകോട്ടയിൽ വിള്ളൽ വീഴ്ത്തി 6 പതിറ്റാണ്ടിന് ശേഷം കോൺഗ്രസ് ഭരണം പിടിച്ചെടുത്തപ്പോൾ അത് കേരള രാഷ്ട്രീയത്തിന് തന്നെ വലിയൊരു സൂചനയാവുകയാണ്. മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള മരുത റോഡ് പഞ്ചായത്ത് കഴിഞ്ഞ 60 വർഷമായി ഇടതുപക്ഷത്തിന്റെ സുരക്ഷിത താവളമായിരുന്നു. അയൽ പഞ്ചായത്തുകളായ മുണ്ടൂർ, മലമ്പുഴ, കുഴൽമന്നം എന്നിവിടങ്ങളിലെല്ലാം LDF ഭരണം നിലനിർത്തിയപ്പോഴും മരുത റോഡിലെ ജനത ഇക്കുറി മാറ്റത്തിന് വോട്ട് ചെയ്തു. കഴിഞ്ഞ 2020 തെരഞ്ഞെടുപ്പിൽ 19 വെറും 4 സീറ്റുകളിൽ മാത്രം ഒതുങ്ങിപ്പോയ UDF ഇക്കുറി 21 വാർഡുകളിൽ 12 എണ്ണവും തൂത്തുവാരിക്കൊണ്ടാണ് ഉജ്ജ്വല തിരിച്ചുവരവ് നടത്തിയത്. BJPയുടെയും CPMന്റെയും സിറ്റിംഗ് സീറ്റുകൾ പിടിച്ചെടുത്തുകൊണ്ടുള്ള ഈ മുന്നേറ്റം കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകുന്ന ആവേശം ചെറുതല്ല. ഭരണമേറ്റെടുത്ത ശേഷം കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ നീക്കമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. 6 പതിറ്റാണ്ടുകാലം പഞ്ചായത്ത് ഓഫീസിന്റെ ചുവരിലുണ്ടായിരുന്ന EMSന്റെ ചിത്രം മാറ്റി ആ സ്ഥാനത്ത് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിന്റെയും ചിത്രങ്ങൾ അവർ സ്ഥാപിച്ചു. സത്യമേവ ജയതേ എന്ന് ആലേഖനം ചെയ്ത ഗാന്ധി ചിത്രം ഉയർത്തിപ്പിടിച്ച് പ്രവർത്തകർ നടത്തിയ ഈ മാറ്റം പുതിയൊരു രാഷ്ട്രീയ യുഗത്തിന്റെ തുടക്കമായാണ് അനുയായികൾ കാണുന്നത്. CPMന് മാത്രമല്ല BJPക്കും ഇക്കുറി മരുത റോഡിൽ കാലിടറി. BJP ജയിച്ചു നിന്നിരുന്ന തെക്കുമുറി വാർഡ് കോൺഗ്രസ് പിടിച്ചെടുത്തത് വലിയൊരു ആവേശമായി. അതേസമയം CPMന്റെ ഉറച്ച സിറ്റിംഗ് സീറ്റായ കുന്നന്നൂർ വാർഡ് BJPക്ക് മുന്നിൽ അടിയറവ് വെക്കേണ്ടി വന്നു എന്നത് ഇടതുപക്ഷത്തിന് ഇരട്ടി പ്രഹരമായി. ചുറ്റുമുള്ള പഞ്ചായത്തുകൾ ചുവപ്പണിഞ്ഞു നിൽക്കുമ്പോഴും മരുത റോഡിൽ കോൺഗ്രസ് നടത്തിയ ഈ സർജിക്കൽ സ്ട്രൈക്ക് കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചർച്ചയായിരിക്കുകയാണ്. വർഷങ്ങളായി തോൽവികൾ ഏറ്റുവാങ്ങിയ ഒരു മണ്ണിൽ കോൺഗ്രസ് എങ്ങനെ ഈ വിജയം കെട്ടിപ്പടുത്തു? ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് അതീതമായി താഴെത്തട്ടിലുള്ള ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള പ്രവർത്തനമാണ് ഇതിന് പിന്നിൽ. യുവജനങ്ങളെ അണിനിരത്തി ഓരോ വാർഡിലും കൃത്യമായ പ്ലാനിങ്ങിലൂടെ അവർ വോട്ടുകൾ സമാഹരിച്ചു. ഇടതുപക്ഷത്തിന്റെ ഉറച്ച വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്താൻ കഴിഞ്ഞതും BJPയുടെ വളർച്ചയെ തടഞ്ഞു നിർത്തി ആ വോട്ടുകൾ UDF അനുകൂലമാക്കിയതുമാണ് ഈ ചരിത്ര വിജയത്തിന് ആധാരമായത്.